ഇന്ന് ലോക്സഭയിൽ വനിതാ സംവരണ ബിൽ ഭേദഗതി ബിൽ അവതരിപ്പിക്കാനിരിക്കെ തമിഴ്നാട്ടിൽ DMK-യുടെ പ്രതിഷേധം ആരംഭിച്ചു. എല്ലാ പാർട്ടി ഓഫീസുകളിലും കരിങ്കൊടി ഉയർത്തി. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നാമക്കലിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായി. മനേഷ് മൂർത്തിയാണ് അണ്ണ അറിവാലയത്തെ DMK ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ചേരുന്നത്. മനേഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ വനിതാ സംവരണം ഒപ്പം തന്നെ ഈ സീറ്റ് കൂട്ടുക ഇതെല്ലാം സംബന്ധിച്ചുള്ള വാർത്തകൾ വന്നപ്പോൾ തന്നെ വലിയ എതിർപ്പ് തമിഴ്നാട്ടിൽ നിന്നുണ്ടാകുന്നുണ്ട്. ആ എതിർപ്പ് ഏത് ഘട്ടത്തിൽ ഇപ്പോൾ എത്തി നിൽക്കുകയാണ്? എങ്ങനെയാണ് അവിടുത്തെ പ്രതിഷേധം? പ്രവിത, ഹാഷ്മി, ഇന്നിപ്പോൾ സംസ്ഥാന വ്യാപകമായി എല്ലാ DMK ഓഫീസുകളിലും കരിങ്കൊടി ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധത്തിലാണ് DMK പ്രവർത്തകരും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാവരും ഉള്ളത്. പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു, ഇത്തരത്തിൽ മണ്ഡല പുനർനിർണ്ണയം നടക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിന് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയോ സീറ്റുകൾ കുറയുന്ന ഒരു നിലയൊക്കെ ഉണ്ടായാൽ അത് ശക്തമായ പ്രതിഷേധം, അത് ചരിത്രം കാണാത്ത പ്രതിഷേധം എന്തായാലും ഉണ്ടാകും എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. ഞാനിപ്പോൾ ഉള്ളത് DMK ഹെഡ്ക്വാർട്ടേഴ്സിലാണ്, അണ്ണാ അറിവാലയത്തിലാണ് ഉള്ളത്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ താഴെ ഒരു കൊടി, കറുപ്പ് കൊടി ഉയർത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഹെഡ്ക്വാർട്ടേഴ്സിന് മുകളിലും സമാനമായ രീതിയിൽ ഒരു കൊടിയുണ്ട്. നാമക്കലിലാണ് മുഖ്യമന്ത്രിയുടെ പര്യടനം. ഇന്ന് തെരഞ്ഞെടുപ്പ് പര്യടനം നാമക്കലിലാണ്. അവിടെയുള്ള പാർട്ടി ഓഫീസിലാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായത്. അങ്ങനെ എല്ലാ ഇടങ്ങളിലും മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ എവിടെയാണോ പ്രചാരണം നടത്തുന്നത് അവിടെ പ്രതിഷേധത്തിന്റെ ഭാഗമാവുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. വരും ദിവസങ്ങളിൽ, അതിപ്പോൾ ഇന്ന് ബില്ല് പാർലമെന്റിൽ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് എന്ത് തീരുമാനമെടുത്താലും അതിൽ ഏത് തരത്തിലാണ് ദക്ഷിണേന്ത്യയെ ബാധിക്കുക അല്ലെങ്കിൽ തമിഴ്നാടിനെ ബാധിക്കുക എന്നത് നോക്കിയായിരിക്കും മറ്റ് തീരുമാനങ്ങളിലേക്ക് എന്തായാലും പോവുക. ശക്തമായ പ്രതിഷേധം. അത് തിരഞ്ഞെടുപ്പ് കാലമാണ്, എല്ലാവരും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലാണ്. ഇതിപ്പോൾ ഇന്ന് തൊട്ട് 6 ദിവസം മാത്രമാണ് പ്രചാരണത്തിൽ ബാക്കിയുള്ളത്. പക്ഷേ അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ശക്തമായ പ്രതിഷേധം ഉണ്ടാകും. അത് ചരിത്രത്തിൽ ചരിത്രം കാണാത്ത പ്രതിഷേധമായിരിക്കും, ഇതുവരെ കാണാത്ത പ്രതിഷേധമായിരിക്കും എന്നുള്ളതും MK സ്റ്റാലിൻ പറയുന്നുണ്ട്. എന്തായാലും അതിൻ്റെ ഒരു ആദ്യപടിയായാണ്, അല്ലെങ്കിൽ ഒരു സൂചനാ സമരം എന്ന നിലയിലാണ് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി DMK ഓഫീസുകളിലും DMK പ്രവർത്തകരുടെ വീടുകളിലുമൊക്കെ കരിങ്കൊടി ഉയർത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധം ഇന്നിപ്പോൾ നടക്കുന്നത്. മനേഷ് മൂർത്തിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.